പലതരം രുചികൾ കൊണ്ട് പൈതൃകവും സംസ്കാരവും അടുത്തറിയുന്ന ഒരിടത്തേക്കാണ് ഇനി ഖത്തറിലെ ഓൾഡ് ദോഹ പോർട്ടിലേക്ക്. അവിടെ അലങ്കാര വിളക്കുകൾക്ക് താഴെ അറബിക്കഥകളിൽ വായിച്ചറിഞ്ഞ പോലൊരു സൂക്ക് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് So very lovely and welcoming. പഴയ കഥകളുടെ കെട്ടഴിച്ച് കരയേറി വരുന്ന കടൽക്കാറ്റ്, കൂടെ അറബ് സംഗീതത്തിന്റെ ചെറുതാളം, വട്ടം പിടിച്ചാൽ നല്ല ഭക്ഷണത്തിന്റെ മണം. അറേബ്യൻ കഥകളിലെ ഒരു പൈതൃക തെരുവാണ് റമദാൻ കാലത്ത് ഓൾഡ് ദോഹ പോർട്ടിലെ ഖത്തർ ത്രോബാക്ക് ഫുഡ് ഫെസ്റ്റിവൽ. നോമ്പുതുറയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് തുറമുഖത്തെ കാറ്റും സൂക്കിലെ പാട്ടും കേൾക്കാനായി ആളുകൾ കൂട്ടത്തോടെ ഈ ഭക്ഷ്യമേളക്കെത്തുന്നു. പ്രധാനമായും ഖത്തറികളാണ്. രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ മേളക്ക് പിന്നിലുണ്ട്. കുട്ടികൾ കൂടെ വരുമ്പോൾ അവർക്ക് വേണ്ടതും ഒരുക്കണമല്ലോ. ഖത്തറിലെ ആദ്യത്തെ സന്ദർശനത്തിൽ തന്നെ ത്രോബാക്കിലെത്തിയതിൻ്റെ ആഹ്ലാദം പങ്കുവച്ചു അമേരിക്കയിൽ നിന്നെത്തിയ ലോറ ഹെക്മൻ. All the people have been so very lovely and welcoming. The country is truly just so heartwarming. It's life-changing, honestly, coming. അറബ് നാടോടി കഥകളിലേതുപോലെ അലങ്കാര വിളക്കുകളും ഇരിപ്പിടങ്ങളും കൊണ്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ഈ സൂക്ക്. അവിടെ ചിലർ വെറുതെ കാറ്റുകൊണ്ട് സൊറ പറഞ്ഞിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം ആവോളം കഴിക്കുന്നു. തൊട്ടപ്പുറത്തെ വിറകടുപ്പുകളിൽ റക്കാക്കും അസീതയും വേവുന്നുണ്ട്. ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു മലയാളി ചായക്കട നടത്തുന്നുണ്ടാകും എന്നൊരു അതിശയോക്തി നിറഞ്ഞ ചൊല്ലില്ലേ. ഇവിടെ ഈ ഖത്തറി രുചിമേളങ്ങൾക്കിടയിലുമുണ്ട് ചില മലയാളികളുടെ അടയാളങ്ങൾ. നമ്മളെ ഉപ്പ പണ്ട് പത്തേമാരി അതേ മമ്മൂട്ടിൻ്റെ അതേ സിനിമയിൽ വന്ന പോലെ തന്നെ പായ്ക്കപ്പൽ വന്ന് പിന്നെ കറാച്ചി പോയി അങ്ങനെല്ലാം വന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ്. മേള കണ്ട് കൊതി തീർന്നതിൻ്റെയും കൊതിയൂറിയതിൻ്റെയും അനുഭവങ്ങൾ പറഞ്ഞു ചിലർ. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് നടക്കുന്ന എന്താ വാങ്ങിക്കുന്ന സ്റ്റിൽ സംശയമാണ്. പഴയ കാലം മുതൽ പുതിയ കാലം വരെയുള്ള ഖത്തറിൻ്റെ പലതരം രുചിഭേദങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും അടുത്തറിയാനുള്ള ഒരു ഫെസ്റ്റ് കൂടിയാണ് ത്രോബാക്ക് ഫുഡ് ഫെസ്റ്റിവൽ. ഓൾഡ് ദോഹ പോർട്ടിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.